ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി ബോയ് നെക്സ്റ്റ് വേൾഡ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചൊരു സീൻ കാണിക്കുന്നുണ്ട്. അതായത് സിറാണെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവന് ബോധം വരുന്നുണ്ട്. അതേസമയം അവൻ്റെ അടുത്തേക്ക് വിമ്മു വന്നിട്ട് നീ എഴുന്നേറ്റോ, ഞാൻ പോയി ഡോക്ടറിനെ വിളിക്കാമെന്ന് പറയുമ്പോൾ വിമ്മിനോട് ക്യാൻ എവിടെയെന്ന് ചോദിക്കുകയാണ്. ആ സമയം ക്യാനോ അതാരാന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ക്യാൻ എൻ്റെ ബോയ് ഫ്രണ്ട് അവൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം വിമ്മ് അങ്ങനെ ഒരാളില്ല, നീ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ പിന്നെ കുറേ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അവൻ ദേഷ്യപ്പെട്ടിട്ട് ക്യാൻ എവിടെയെന്ന് ചോദിക്കുകയാണ്. ആ സമയം വിമ്മ് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് ഡോക്ടറിനെ വിളിക്കാനായിട്ട് പോകുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. അതിനുശേഷം സിറാണെങ്കിൽ ഹോസ്പിറ്റൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നേരെ കണ്ണാടിയുടെ അടുത്ത് നിന്ന് അവനെ തന്നെ ഒന്ന് നോക്കുന്നുണ്ട്. അതേസമയം ക്യാൻ പറയുന്നൊരു വോയിസ് ഓവർ കേൾക്കുന്നുണ്ട്. ഞാനും മറ്റു കുട്ടികളെ പോലെ തന്നെ കുഞ്ഞിലെ തൊട്ടേ നോർമലാണ്, എല്ലാവരെയും പോലെ തന്നെ സ്കൂളിൽ ലേറ്റായി പോകുന്നു, ഹോംവർക്ക് രാത്രി ഇരുന്ന് ചെയ്യുന്നു, എക്സാമിൻ്റെ തലേ ദിവസം പഠിക്കുന്നു, കോളേജിലേക്ക് ജോയിൻ ആവുന്നു സ്കൂൾ ലൈഫ് കഴിയുമ്പോഴത്തേക്കും. പക്ഷേ അതെല്ലാം മാറി മറിഞ്ഞത് ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് അയാൾ പാരലൽ യൂണിവേഴ്സിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞപ്പോഴാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സിറാണെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ പൂവിൻ്റെ അടുത്ത് എനിക്ക് എൻ്റെ ബോയ് ഫ്രണ്ട് ആവാൻ താല്പര്യമുണ്ട്, എനിക്ക് എന്നെ ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. ആ ഒരു കാര്യങ്ങളെല്ലാം ഇപ്പോൾ സ്വപ്നം പോലെ ക്യാൻ കാണുമായിരുന്നു. അങ്ങനെ ആ ഒരു സ്വപ്നം കൊണ്ട് ക്യാൻ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ നീ അതൊക്കെ നിൻ്റെ മൈൻഡിൽ നിന്ന് വിട്ടുകളയെന്ന് പറഞ്ഞിട്ട് അവനെ തന്നെ അതിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്തിട്ട് കോളേജിലേക്ക് പോകാനായിട്ട് റെഡിയായി ഇറങ്ങുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഇന്നും അവൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിൽ അവനായിട്ട് സ്നാക്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് സിറാണ് വെച്ചെന്ന് മനസ്സിലാവുന്നുണ്ട്. അവനത് എടുത്തുകൊണ്ട് പോകുന്നുമുണ്ട്. അങ്ങനെ അതിനുശേഷം കോളേജിലെത്തിയിട്ട് അവൻ ഒരിടത്ത് എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയമാണ് അങ്ങോട്ടേക്ക് നളിനും ട്രീയും വരുന്നത്. അങ്ങനെ അവർ വന്നിട്ട് ഇവൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവനാണെങ്കിൽ ഞാനിപ്പോൾ എവിടെ പോയാലും എപ്പോഴും സിറിനെ കാണുന്നുണ്ട്, ജിന്നോട് പറഞ്ഞത് സിർ എപ്പോഴും നിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നിരിക്കും, പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്യാതെയാണെന്ന്. അതെങ്ങനെയാണ് ഞാൻ നോട്ടീസ് ചെയ്യാതെ പോകുന്നത്? കാണുവാണെങ്കിൽ ഞാൻ എപ്പോഴും കാണേണ്ടല്ലേ, പക്ഷേ ഇപ്പം മാത്രം ഡെയിലി ഞാൻ കാണുന്നുണ്ട്. ഞാനാണെങ്കിൽ എൻ്റെ ലക്കി കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് വരുന്നത്, എന്നിട്ട് ഞാൻ അവനെ സ്ഥിരം കാണുന്നുണ്ട്. ഞാൻ എന്താ ഇത്ര അൺലക്കി ആവുന്നത്? എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം നളിൻ മേ ബി സിറിന് തന്നെ ഇഷ്ടമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സിറിന് തന്നെ ഇഷ്ടം ഒരിക്കലും നടക്കത്തില്ല, അതൊരിക്കലും നടക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം നളിൻ അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? സിർ എങ്ങനെയുള്ള പയ്യനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവൻ ഇൻട്രോവേർട്ടഡാണ്, ഭയങ്കര ക്വയറ്റാണ്, അവൻ ആരെയും കുറിച്ച് ചിന്തിക്കാറില്ല. പക്ഷേ അവൻ ഇതുപോലെ നിൻ്റെ പുറകെ വരുന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് അവൻ നിന്നെ ഇഷ്ടമായിരിക്കും എന്ന് പറയാണ്. അപ്പോഴും ക്യാൻ അത് എതിർക്കുന്നുണ്ട്. ആ സമയം നളിനാണെങ്കിൽ ട്രീൻ്റെ അടുത്ത് നോക്കിക്കേ, അവൻ ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല എന്ന് പറയാണ്. ആ സമയം ട്രീ ആണെങ്കിൽ അല്ല അവന് തന്നെ ഇഷ്ടമല്ല, നീ പറയാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഏറ്റവും ലീസ്റ്റായിട്ട് പോപ്പുലറായത് ഞാനല്ലേ, നിങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അഷീനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവനാണെങ്കിൽ ഈ ക്യാമ്പസിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ളൊരു പയ്യനാണ്. ജിന്നിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നന്നായിട്ട് പഠിക്കുന്ന പോപ്പുലറായ ഒരു പയ്യനാണ്. നളിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നീ ചിയർ ലീഡറാണ്, നീയും പോപ്പുലറാണ്. പിന്നെ ട്രീനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നീ ഒരു ഓൾറൗണ്ടറാണ്, നീയും പോപ്പുലറാണ്. എന്നാൽ ഞാനൊന്നുമല്ല, പിന്നെ അവനെങ്ങനെ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കണ്ടേന്ന് പറയുന്നുണ്ട്. ആ സമയം ട്രീ ആണെങ്കിൽ പക്ഷേ നീ നല്ല ക്യൂട്ടാണല്ലോ, അത് നീ മനസ്സിലാക്കുന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അതേസമയം ഇവനാണെങ്കിൽ കൺഫ്യൂഷനായി ഇരിക്കുമ്പോഴാണ് ഇവനൊരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വരുന്നത്. കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇത് സിറാണെന്ന് പറയുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് ഷോക്കാവുന്നുണ്ട്. ആ സമയം ക്യാൻ എൻ്റെ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുകയാണ്. സിറാണെങ്കിൽ അത് പിന്നെ ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ട് അല്ലേ, നിൻ്റെ നമ്പർ എൻ്റെ കാണുമല്ലോ എന്ന് പറയാണ്. ആ സമയം ക്യാൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറ്റി, പേടിച്ചു പോയെന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഒന്ന് സർപ്രൈസ്ഡ് ആയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഞാൻ നിന്നെ മിസ് ചെയ്തു, അത് പറയാനായിട്ട് വിളിച്ചതാണ്, നന്നായിട്ട് പഠിക്കുമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. കോൾ കട്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലും ട്രീയും ആരാ സിറാണെന്ന് ചോദിക്കുകയാണ്. ആ സമയം അവനാ വിളിച്ചേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പാരലൽ വേൾഡിലെല്ലാം റിയൽ ആണോ ഈ മാർവെല്, ഡോക്ടർ സ്ട്രേഞ്ച്, ഇതൊക്കെ ഫേക്ക് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം നല്ലനാണെങ്കിൽ ഈ പാരലൽ വേൾഡ് തുടങ്ങിയ സംഭവം ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാനും അതെ അങ്ങനെ ഒരു സംഭവം ഇല്ല, പക്ഷേ ഇപ്പോൾ സിർ ഇങ്ങനെയൊക്കെ ശരിക്കും പെരുമാറുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് അവൻ നമ്മുടെ സിറല്ല, എന്തോ ഒരു സംഭവമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിലൊന്നും വിശ്വാസമില്ല, പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എന്തോ അതുണ്ടെന്ന് തോന്നിപ്പോകുന്നു. ഇല്ലെങ്കിൽ അവൻ എന്നെ മിസ് ചെയ്യുന്നു എന്ന് അവൻ എന്നോട് പറയത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ ഒരു കാര്യം അറിയാതെ പെട്ടെന്ന് നമ്മുടെ ക്യാനിൻ്റെ വായിന്ന് വീണയാണ്. അത് കേട്ടിട്ട് നല്ലും ട്രീയും സിറ് നിന്നെ മിസ് ചെയ്തെന്ന് പറഞ്ഞു, പറ അതാണോ ഫോണിൽ കൂടെ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഇവനാണെങ്കിൽ അയ്യോ എനിക്കിത് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ എസ്കേപ്പ് ആവുന്നുണ്ട്. അതേസമയം രാവിലെ അവൻ റൂമിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിന് സിറ് വെച്ചിട്ട് പോയ സ്നാക്സിൻ്റെ കവർ അവിടെ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. അതെന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് നല്ലും ട്രീയും തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ അത് സ്വീറ്റ്സ് ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം സിറിനെ കാണിക്കുമ്പോൾ ഇവനിപ്പോൾ അവൻ്റെ ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ്. അതേസമയം മുമ്പ് ഒരു മെമ്മറി വരുന്നുണ്ട്. സ്കൂൾ ടൈമിൽ ഒരു ദിവസം സിർ ഒറ്റയ്ക്ക് ക്ലാസ്സിൽ ഇരിക്കുന്ന ടൈമിനാണ് അവൻ ഇരിക്കുന്നതിൻ്റെ അവിടെ ജനലിൻ്റെ അങ്ങോട്ടേക്കായിട്ട് പേപ്പർ കപ്പ് വെച്ചുണ്ടാക്കിയ ഫോണിൻ്റെ ഒരു ഭാഗം വരുന്നത്. അങ്ങനെ ആ ഒരു പാർട്ട് അവൻ്റെ നേർക്കിനെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും അവനതെടുത്ത് അവൻ്റെ ചെവിയിലേക്ക് വെച്ച് നോക്കുന്നുണ്ട്. അതേസമയം അതിൻ്റെ മറ്റേ ഭാഗമുള്ള ആൾ അവിടെ നിന്നുകൊണ്ട് നോക്ക് ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യം ഓർത്ത് കഴിഞ്ഞിട്ട് പിന്നെ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ ഇവൻ നോക്കുന്ന ടൈമിന് ആ സമയത്ത് മഴയും നനഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് വിമ്മും റോമും കയറി വരാണ്. വിമ്മാണെങ്കിൽ റോമിൻ്റെ അടുത്ത് നീ ഒറ്റ ഒരുത്തം കാരണം ഞാൻ മഴയത്ത് നനഞ്ഞത്, നിൻ്റെ
കൂടെ ഫിഷ് ഫുഡ് വാങ്ങാനായിട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം നനയത്തില്ലായിരുന്നു. നിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ എന്താ മീനിന് ഫുഡ് കൊടുത്തിട്ട് അതിനെ വളർത്തി വലുതാക്കി വല്ല കടയിൽ കൊണ്ട് വിൽക്കാൻ പോവുകയാണോ? അതിന് ഫുഡ് വാങ്ങിച്ച് കൊടുക്കുന്നുണ്ടാ തോന്നുന്നു നിൻ്റെ മോനാണത്രേ. അത് കേട്ടപ്പോഴത്തേക്ക് റോമാണെങ്കിൽ ദേണ്ടെ എൻ്റെ മീനിനെല്ലാം പറയാണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടൊരു സീറ്റിൽ ചെന്നിരിക്കുന്നുണ്ട്. അതേസമയം ഇവർ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് സിറാണെങ്കിൽ എന്ത് പറ്റി നല്ലപോലെ മഴ പെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല നല്ല മഴ പെയ്യുന്നുണ്ടെന്ന് റോം പറയാണ്. അതേസമയം സിർ എഴുന്നേറ്റ് പോകാൻ നിൽക്കുന്ന ടൈമിന് വിം എങ്ങോട്ടേക്ക് പോകാൻ ക്ലാസ് തുടങ്ങാറായി എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ ക്യാനാണെങ്കിൽ എപ്പോഴും അവൻ്റെ കുട എടുക്കാൻ മറക്കും. അവൻ്റെ ക്ലാസ് കഴിയാനുള്ള ടൈമുമായി, അതുകൊണ്ട് ഞാൻ അവന് കുട കൊടുത്തിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം വിം നിൽക്ക് ഇപ്പോൾ പ്രൊഫസർ വരുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും കേൾക്കാൻ സിർ പോവാണ്. റോമും വിമ്മിനോട് നീ അവനെ വെറുതെ വിട്ടേക്ക്, അത് അവൻ്റെ ലൈഫല്ലേ, നീ അതിൽ വല്ലാണ്ട് കയറി ഇടപെടുന്നുണ്ടെന്ന് പറയാണ്. ആ സമയം വിമ്മാണെങ്കിൽ അവനെങ്ങാനും ഹോസ്പിറ്റലിലെല്ലാം ചെക്കപ്പിന് പോയില്ലെങ്കിൽ അവനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് അന്വേഷിച്ച് വിളിക്കാൻ പോകുന്ന എന്നെ ഒരാളെ വിളിക്കുന്നത് എല്ലാം എൻ്റെ തലയിലാണ് വന്ന് വീഴുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം ക്യാനിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുകയാണ്. മഴ പെയ്യാൻ പോകുന്നത് മനസ്സിലാവുന്നുണ്ട്. അവൻ പക്ഷേ അയ്യോ മഴ പെയ്യല്ലേ 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 പെയ്യല്ലേ, ഞാനാണെങ്കിൽ ഇന്ന് കാറ് പോലും എടുത്തിട്ടില്ല, പ്ലീസ് 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 പെയ്യല്ലേ, ഞാൻ പെട്ടെന്ന് പൊക്കോട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്നാൽ ക്യാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ കറക്റ്റ് മഴ പെയ്യാണ്. അങ്ങനെ അവൻ ദൈവമേ ഇന്ന് ഞാൻ നനഞ്ഞ് വീട്ടിൽ പോകേണ്ടി വരുമല്ലോ, എൻ്റെ പൊന്നു മാലാകമാരെ നിങ്ങളിപ്പോൾ എനിക്കൊരു കുട വന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ട് എടുത്തെടുത്ത് തന്നെ തിരിച്ച് വെച്ചേക്കാം, പ്ലീസ് ഒരു കുട തരണേന്ന് പറഞ്ഞിട്ട് ഇനി ഇരിക്കുകയാണ്. അതേസമയം കറക്റ്റ് അങ്ങോട്ടേക്ക് സിർ വന്നിട്ട് ക്യാൻ കുട പിടിച്ചു കൊടുക്കുന്നത്. സിറിനെ കാണുമ്പോൾ നീ എന്താ ഇവിടെയും ചോദിക്കുന്നുണ്ട്. അതേസമയം അത് നീ കുട എടുക്കാൻ മറക്കുമെന്നറിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതിന് കുട കൊണ്ട് തന്നേന്ന് പറയാണ്. ആ സമയം ക്യാൻ അല്ല ഞാൻ കുട എടുക്കാൻ മറക്കും നിനക്കെങ്ങനെ അറിയാം, പിന്നെ നീ മുമ്പും എനിക്കിതുപോലെ കുടയൊക്കെ കൊണ്ട് തരുമായിരുന്നു, എന്നെ കെയർ ചെയ്യുമായിരുന്നു, ഇതൊന്നും എനിക്കറിയത്തില്ലല്ലോ. അല്ലല്ല ഇനി ഞാൻ നിൻ്റെ അടുത്തൊന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം ക്യാനിങ്ങനെ പറയുന്ന കേട്ടിട്ട് സിർ അവൻ്റെ കവിളിലൊന്ന് തൊട്ട ശേഷം നീയാണെങ്കിൽ മുമ്പത്തെ പോലെ തന്നെയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാന് അതായത് പാരലൽ യൂണിവേഴ്സിലുള്ള ഞാനും ഇതേപോലെയാണോ ചോദിക്കുന്നുണ്ട്. ആ സമയം സിർ അപ്പം ഞാൻ പറഞ്ഞ പാരലൽ യൂണിവേഴ്സ് നീ ഇപ്പോൾ വിശ്വസിച്ചോ എന്ന് ചോദിക്കുന്ന സമയത്ത് ക്യാനാണെങ്കിൽ ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഞാൻ വിശ്വസിക്കാതിരുന്ന നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ആരെങ്കിലുമൊക്കെ വിചാരിച്ചേക്കാം, അതുകൊണ്ട് തന്നെ പാരലൽ യൂണിവേഴ്സ് വിശ്വസിച്ചാണെങ്കിൽ ഞാനിപ്പോൾ നിന്നോളാന്ന് പറയാണ്. ആ സമയം സിർ അപ്പോൾ നീയാണെങ്കിൽ എൻ്റെ ക്യാൻ എന്നുള്ള രീതിയിൽ നിൽക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ക്യാൻ നമുക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. അങ്ങനെ അവർ നേരെ ക്യാനിൻ്റെ റൂമിലേക്ക് ചെല്ലാണ്. അവനാണെങ്കിൽ അവൻ്റെ റൂമിൽ പാസ്വേഡ് ലോക്ക് വെച്ചിട്ടുണ്ട്. അവനത് അൺലോക്ക് ചെയ്യാൻ പോകുന്ന ടൈമിന് സിറാണെങ്കിൽ ഞാൻ നിൻ്റെ പാസ്വേഡ് ഏതാന്ന് കറക്റ്റായി ഗസ് ചെയ്ത് ഡോർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നീ പിന്നെ എൻ്റെ ക്യാനായിട്ട് നിൽക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ നീ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പേടിയാവും എന്നുള്ള ഫീലിംഗ് ഉണ്ടാവുമെന്ന് നീ ആലോചിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് സിറാണെങ്കിൽ ഐ എം സോറി എന്ന് പറയുന്നുണ്ട്. എന്നാൽ ക്യാനാണെങ്കിൽ ഓക്കെ പാസ്വേഡ് ഉണ്ട്, ഡോർ ഓപ്പൺ ചെയ്ത് കാണിക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സിറാണെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആ സമയം ഇവനും ഷോക്കായിട്ട് നിനക്കിതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ നിൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് നീ പാസ്വേഡായിട്ട് വെച്ചിരിക്കുന്നത്, അതെനിക്ക് അറിയാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ അത് പിന്നെ മറ്റേ പാരലൽ വേൾഡിലുള്ള ക്യാനും എന്നെപ്പോലെ തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം നീ ഇപ്പോൾ അവനെ പോലെ ആയിട്ടിരിക്കാൻ ശ്രമിക്കുകയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ നീ പാസ്വേഡ് കറക്റ്റ് ഗസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവനെ പോലെ ആയിട്ട് നിൻ്റെ കൂടെ ഇരിക്കാമെന്ന്, അതുകൊണ്ടാണ് ഞാൻ അവനെ ഞാനാക്കി കണക്കാക്കി പറഞ്ഞെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ വീടിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും ക്യാനാണെങ്കിൽ നമുക്ക് കുറേ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. അതേസമയം സിർ ക്യാനെ ബാക്കിൽ നിന്ന് ഹഗ് ചെയ്യുമ്പോൾ സിർ എന്നെ വിടാനായിട്ട് പറയുന്നുണ്ട്. അതേസമയം സിർ ബാക്കി എല്ലാവരും തന്നെ ഞാൻ പറയുന്നൊന്നും വിശ്വസിച്ചില്ല. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ബോധം വന്ന സമയത്ത് എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാവരോടും നിന്നെപ്പറ്റി ചോദിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരു കണക്ഷനേ ഇല്ലാന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നിന്നോട് പറയുമ്പോൾ നീ മാത്രമാണ് കുറച്ചെങ്കിലും വിശ്വസിച്ച് എന്നെ അകറ്റി വിടാതെ നിൽക്കുന്നത്. നീ എങ്ങനെ ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം ക്യാനാണെങ്കിൽ എന്നെ വിടെന്ന് പറഞ്ഞിട്ട് പതുക്കെ സിറിൻ്റെ കൈ മാറ്റുന്നുണ്ട്. എന്നിട്ട് ക്യാൻ അവിടെ സോഫ ഇരുന്നിട്ട് പാരലൽ യൂണിവേഴ്സിൽ നമ്മളെപ്പോഴാണ് മീറ്റ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അത് പിന്നെ നമ്മൾ മീറ്റ് ചെയ്തത് സ്പോർട്സ് ഡേ അന്നാ, നീ ഹൈസ്കൂളിൽ പഠിക്കുന്ന ടൈമിലാന്ന് പറയുന്നുണ്ട്. ആ സമയം അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ് നീ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചപ്പോൾ അത് തന്നെയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ പക്ഷെ നമ്മുടെ ഒരു വേറെ വേറെ ടീമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതെ നീ യെല്ലോ ടീമായിരുന്നു, ഞാൻ ബ്ലൂ ടീമായിരുന്നു, നിനക്ക് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടും നിന്നെ പിടിച്ച് നിർബന്ധിച്ച് ജോയിൻ ചെയ്യിപ്പിച്ചായിരുന്നു. നീ അതുകൊണ്ട് തന്നെ പ്രോഗ്രാമിൽ കയറാതിരിക്കാൻ പലപ്പോഴും സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു എന്ന് പറയാണ്. ആ സമയം പക്ഷേ ഈ ലോകത്ത് വെച്ചിട്ട് നമ്മളാണെങ്കിൽ മീറ്റ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ ആ ലോകത്ത് അതെങ്ങനെ നടന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേസമയം അതൊക്കെ നടന്നു, നമ്മൾ ഇനിമേൽ മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. ക്യാനാണെങ്കിൽ ഇതെല്ലാം കേട്ട് ഫുൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അതേസമയമാണ് സിറിന് വിമ്മ് കോൾ ചെയ്യുന്നത്. എന്നാൽ കോൾ അറ്റൻഡ് ചെയ്യാതെ അവനത് കട്ട് ചെയ്ത് കളയാണ്. ആ സമയം വിമ്മാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതെ അവനെ നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം വിമ്മിനെ ആർക്കും അറിഞ്ഞൂടാതെ
അവൻ കോളേജിൽ പോപ്പുലർ ആണല്ലോ, പിന്നെ നമ്മുടെ കോളേജിലെ MC അവനാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. സിർ അപ്പോൾ നിനക്ക് വിമ്മിനെ വരെ അറിയാം, എന്നിട്ട് നിനക്ക് എന്നെ അറിയത്തില്ലല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുകയാണ്. ആ സമയം ക്യാനാണെങ്കിൽ എന്ത് പറ്റി സങ്കടമായെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ആദ്യമൊന്നും സിറൊന്നും പറയുന്നില്ല. പിന്നീട് ഇന്നാണ് എൻ്റെ മുറിവിലെ സ്റ്റിച്ച് മാറ്റാനുള്ള ദിവസമെന്ന് പറയുന്നുണ്ട്. ആ സമയം എന്നിട്ടാണ് നീ ഇവിടെ ഇരിക്കുന്നത്, എപ്പോഴാണ് പോവേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ ചോദിച്ചതിന് സിർ മറുപടി വരാതിരിക്കുന്നുണ്ട്. അവന് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ടൈം ഇപ്പോഴാണെന്ന് ക്യാൻ മനസ്സിലാക്കുന്നുണ്ട്. ഉടനെ തന്നെ സിറിനോട് വാ എഴുന്നേക്കെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്നാൽ അനങ്ങുന്നില്ല. ക്യാൻ ആ സമയം ഞാൻ ഒറ്റയ്ക്ക് ശ്രമിച്ചാൽ നിന്നെ കൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല, വാശി കാണിക്കാതെ എഴുന്നേറ്റ് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ അവൻ ക്യാനിൻ്റെ കൂടെ പോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ എത്തി കഴിയുമ്പോഴത്തേക്കും നേഴ്സാണെങ്കിൽ ക്യാനിൻ്റെ അടുത്ത് നീ അവൻ്റെ ഫ്രണ്ടാണോ, ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവനും തിരിച്ച് കൊണ്ടുവരണ്ടേ, 3 ദിവസം ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണ് അവന് ബോധം വന്നത്, എന്താണ് അവൻ്റെ പ്രോബ്ലം എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, CT സ്കാൻ ചെയ്തിട്ട് പോലും ഒന്നും അറിയാൻ പറ്റുന്നില്ല, അവന് മെമ്മറിയുടെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് നേഴ്സ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം ക്യാനും ആലോചിക്കണം, മെമ്മറിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇനി ഒരു പക്ഷേ ഞാൻ അവൻ്റെ ബോയ് ഫ്രണ്ടാണെന്ന് പറയുന്നതൊക്കെ ചുമ്മാതെ ആയിരിക്കുമോ എന്നുള്ളൊരു തോന്നൽ അവൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അതേസമയമാണ് അങ്ങോട്ടേക്ക് സിർ വന്നിട്ട് ക്യാനാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊരു നിനക്ക് വയ്യെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ ഒന്നുമില്ലാന്ന് പറയാണ്. ആ സമയം സിർ എന്തൊരു നോക്കുന്ന ടൈമിന് നീ കാരണം തന്നെയാണ് ആരോട് ചോദിച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് പറയാതെ ഇറങ്ങിപ്പോയത്, നീ കാരണം എല്ലാവരും ടെൻഷനായില്ലേ, നിനക്ക് റെസ്റ്റ് എടുക്കാനുള്ളതല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം സിർ അത് പിന്നെ നിന്നെ കാണാനായിട്ട് ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല എന്ന് ക്യാൻ പറയുന്നുണ്ട്. സിർ അപ്പോൾ പക്ഷേ ഈ ഒരു ലോകത്തും ക്യാനായിട്ട് നീ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയണമായിരുന്നു, അതുകൊണ്ടാണ് അന്വേഷിച്ചു തന്നത്, കണ്ടില്ലേ ഇപ്പം ഈ ലോകത്തും നീ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാൻ ഞാനിവിടെ തന്നെയുണ്ട്, പക്ഷേ ഈ നിൻ്റെ മുന്നിൽ ഇരിക്കുന്ന ക്യാൻ നിൻ്റെ ബോയ് ഫ്രണ്ടായിട്ടുള്ള പാരലൽ യൂണിവേഴ്സിലുള്ള ക്യാൻ അല്ല എന്ന് പറയാണ്. ആ സമയം സിർ ശരിയാണ്, നീ എൻ്റെ ബോയ് ഫ്രണ്ട് ഇതുവരെ ആയിട്ടില്ല, പക്ഷേ എനിക്ക് നിന്നെക്കുറിച്ച് ടെൻഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം ക്യാനാണെങ്കിൽ ഇനി ഒരിക്കലും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോകരുത്, ചെക്കപ്പ് മിസ്സാക്കരുത്, നീ റെസ്റ്റ് എടുക്കുന്നത് നിർത്തരുത്, പ്രോമിസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ആദ്യമൊന്നും സിർ പ്രോമിസ് കൊടുക്കുന്നില്ല, പിന്നീട് ക്യാൻ നിർബന്ധിക്കുന്നതുകൊണ്ട് തന്നെ പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത ദിവസം ക്യാനാണെങ്കിൽ എന്തോ ആലോചിച്ചുകൊണ്ട് നടക്കുവാണ്. എന്നിട്ട് അവനോട് തന്നെ ഞാനവന് ആ പ്രോമിസ് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് ഇരുന്ന ശേഷം തിരിച്ച് സിറാണെങ്കിൽ ക്യാനിനെ അവൻ്റെ റൂമിലേക്ക് കൊണ്ടുവിട്ടായിരുന്നു. ആ സമയം ക്യാൻ ആക്ച്വലി വയ്യാതെ ഞാൻ നിൻ്റെ റൂമിലേക്കാണ് കൊണ്ടുവിടേണ്ടത്, പക്ഷേ അതിന് പകരം ഇപ്പം നീ എന്നെ കൊണ്ടുവിടേണ്ടി വന്നല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം സിർ അത് കേട്ടിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ ശരി ഒത്തിരി ലേറ്റായി, താങ്ക് യു, നീ പൊക്കോളാൻ പറയാണ്. ആ സമയം സിറാണെങ്കിൽ എൻ്റെ റൂമും ഇവിടെ തന്നെയാണ്, തൊട്ട് താഴത്തെ ഫ്ലോറിലാണ് എൻ്റെ റൂമെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ എന്താ പറയുന്നത്, അപ്പം നീയും ഈ ബിൽഡിങ്ങിലാണോ താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞിട്ട് ക്യാനിൻ്റെ കൈ പിടിച്ച് പ്രോമിസ് പോലെ ആക്കിയിട്ട് കണ്ടോ ദാ നീ എനിക്ക് പ്രോമിസ് ചെയ്തു, അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. ആ സമയം ക്യാനാണെങ്കിൽ അവൻ ശരിക്കും ഈ ബിൽഡിങ്ങിലാണോ താമസിക്കുന്നത് എന്നിങ്ങനെ വീണ്ടും ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് വീണ്ടും പ്രസൻറ്റിലേക്ക് വരുമ്പോൾ ഇവനാണെങ്കിൽ ആ ഒരു പ്രോമിസ് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അങ്ങനെ അവൻ അതും ആലോചിച്ച് വരുമ്പോഴാണ് തന്നെയും കാത്ത് സിർ അവിടെ ഇരിക്കുന്ന കാണുന്നത്. അങ്ങനെ ക്യാൻ സിറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നീ വന്നിട്ട് ഒത്തിരി നേരമായെന്ന് വെച്ചപ്പോൾ ഇല്ലയെന്ന് പറയുന്നുണ്ട്. എന്നാൽ ക്യാനിന് സിർ വന്നിട്ട് ഒത്തിരി നേരമായെന്ന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ സിറിനോട് നീ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ വെയിലത്ത് കയറി ഇരിക്കുന്നത്, അത്ര പെട്ടെന്നൊന്നും നിനക്ക് വയ്യാതാവില്ലെന്നാണ് നിൻ്റെ വിചാരം, നിനക്ക് ഉറപ്പായിട്ടും വയ്യാതാവും, നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ട് ക്യാൻ ടെൻഷനായി സംസാരിക്കുന്നുണ്ട്. എന്നാൽ ആ സമയം ഇത് കേട്ട് സിർ ചിരിക്കുവാണ്. ക്യാനപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സിറും ഞാനും സീരിയസ് ആയിട്ട് തന്നെയാണ്, നീ ശരിക്കും പെരുമാറുന്നത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ക്യാനിനെ പോലെ തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതേസമയമാണ് മഴ പെയ്യാൻ തുടങ്ങുന്നത്. ഇത് കണ്ടുകൊണ്ട് ക്യാൻ അയ്യോ എൻ്റെ യൂണിഫോമൊക്കെ പുറത്ത് കിടക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവൻ്റെ ബിൽഡിങ് ആ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങോട്ടേക്ക് ചെന്നിട്ട് അവൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ടൈമിൽ സിറാണെങ്കിൽ ഞാൻ പോയി എടുക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ക്യാൻ വേണ്ട നീ ഇവിടെ ഇരിക്കാൻ പറയുമ്പോൾ സിറ അതൊന്നും കേൾക്കാതെ ക്യാനിനെ പിടിച്ച് സോഫയിൽ ഇരുത്തുവാണ്. എന്നിട്ട് സിർ ക്യാൻ്റെ ഡ്രസ്സ് എടുക്കാനായിട്ട് ബാൽക്കണിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ അതെടുത്തുകൊണ്ട് അവൻ തിരിച്ചിങ്ങനെ വരുമ്പോഴത്തേക്കും അവൻ്റെ കോട്ട് നനഞ്ഞായിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ അവൻ്റെ കോട്ട് അഴിച്ച് അവിടെ സോഫയിലേക്ക് വെക്കുന്നുണ്ട്. ക്യാനാണെങ്കിൽ സിറിന് അവൻ്റെ തല ഉടയ്ക്കാനായിട്ട് ഒരു ടവലുണ്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ സിർ ആദ്യം തന്നെ ക്യാൻ്റെ തലയാണ് തുടച്ചു കൊടുക്കുന്നത്. ആ സമയം ക്യാനാണെങ്കിൽ നീ എന്നെക്കുറിച്ച് ഓർത്തല്ല നിന്നെക്കുറിച്ചാണ് ടെൻഷൻ അടിക്കാമെന്ന് പറഞ്ഞിട്ട് ക്യാനാണെങ്കിൽ ഞാൻ നിനക്ക് തല തോർത്തി തരാമെന്ന് പറഞ്ഞിട്ട് സിറിന് പതുക്കെ തല തോർത്തി കൊടുക്കുന്നുണ്ട്. ആ സമയം അറിയാണ്ട് അവൻ്റെ കൈയേറി സിറിൻ്റെ നെറ്റിയിൽ തട്ടുവാണ്. അങ്ങനെ സിർ വേദനിച്ചോ സോറി എന്ന് പറഞ്ഞിട്ട് അവനെ തടവി കൊടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവർ രണ്ടുപേരും കൂടെ മറിഞ്ഞ് സോഫയിലേക്ക് വീഴുവാണ്. അപ്പോൾ ക്യാനാണെങ്കിൽ സിറിൻ്റെ മുകളിലായിട്ട് വീണ രീതിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയം ക്യാനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, വേദനിച്ചോ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ സിറാണെങ്കിൽ ക്യാൻ ഓക്കെയാണ് എഴുന്നേറ്റ് മാറിക്കോളാൻ പറയുന്നുണ്ട്. എന്നാൽ ക്യാൻ എന്നാലും സോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിന്
സിറാണെങ്കിൽ ക്യാൻ നീ എഴുന്നേറ്റ് മാറ്, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ വാൺ ചെയ്തില്ല എന്ന് നീ പറയരുതെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാൻ പതുക്കെ എഴുന്നേറ്റ് മാറുമ്പോഴാണ് ക്യാനിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാവുന്നത്. ഇവൻ സിറിൻ്റെ പുറത്തോട്ട് വീണതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ചെയ്യണമെന്നുള്ള കുറച്ച് മൂഡൊക്കെ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നീ എഴുന്നേറ്റ് മാറ്, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല എന്നൊരു വാണിംഗ് കൊടുത്തത്. അങ്ങനെ സിറ്റുവേഷൻ മനസ്സിലായപ്പോൾ ഇവനാണെങ്കിൽ ഞാൻ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പതുക്കെ അവിടെ നിന്ന് മുങ്ങുന്നുണ്ട്. അതേസമയം സിറാണെങ്കിൽ എൻ്റെ ദൈവമേ അവൻ എല്ലാം അറിഞ്ഞല്ലോ മനസ്സിലാക്കിയല്ലോ എന്ന് ഓർത്തിട്ട് അവനും തലയിൽ കൈ വെച്ചിരിക്കുവാണ്. അങ്ങനെ പിന്നീട് ഇവൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരുന്നുണ്ട്. ആ സമയം സിറാണെങ്കിൽ ഒരു പേപ്പർ കപ്പ്, ഫോൺ പോലും ഉപയോഗിക്കുന്ന പേപ്പർ കപ്പിൻ്റെത് അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ക്യാനാണെങ്കിൽ ഇതെന്താന്ന് ചോദിക്കുമ്പോൾ അത് പേപ്പർ കപ്പ് ഫോണാണെന്ന് സിറ് പറയാണ്. ആ സമയം അതെനിക്കറിയാം, ഇതിപ്പോൾ എന്തിനാ ഇവിടെ എടുത്ത് വച്ചേന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയാണ്. ആ സമയം സിറാണെങ്കിൽ അത് പിന്നെ നീ മുമ്പ് ചോദിച്ചിട്ടില്ലേ നമ്മൾ എങ്ങനെയാണ് മീറ്റ് ചെയ്തതെന്ന്, ഇതിലൂടെയാന്ന് പറയാണ്. ആ സമയം ഇതിലൂടെയോ, നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പതുക്കെ സിറാണെങ്കിൽ അവൻ്റെ കയ്യിലിരിക്കുന്ന ആ പേപ്പർ ഫോണിൻ്റെ ഭാഗം എടുത്തിട്ട് അവൻ നോക്ക് നോക്ക് നോക്കെന്ന് അതിൻ്റെ അകത്തൂടെ പറയുവാണ്. ആ സമയമാണ് പെട്ടെന്ന് തന്നെ ക്യാനിന് എന്തോ മനസ്സിലാവുന്നത്. അങ്ങനെ ആദ്യം നമുക്ക് നേരെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചു തരാണ്. ഇവർ സ്കൂളിൽ പഠിക്കുന്ന ടൈമിന് ക്യാനാണെങ്കിൽ ഇതുപോലൊരു പേപ്പർ മൊബൈൽ ഫോൺ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ 2 ഫ്രണ്ട്സും അത് വെച്ചിട്ട് ഇവനെ കളിയാക്കിക്കൊണ്ട് നിന്നിട്ട് ഇവൻ്റെ ഇത് കൊടുക്കാതെ അവർ രണ്ടുപേരും അത് ഇറങ്ങി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കളിക്കുന്ന ടൈമിന് ഒരു പേപ്പർ കപ്പിൻ്റെ ഭാഗം പതുക്കെ ജനൽ വഴി താഴേക്ക് പോവുകയാണ്. തൊട്ട് താഴെ വരുന്നത് +2 ക്ലാസ്സാണ്. അപ്പോൾ നേരെ താഴേക്ക് പോകുമ്പോഴത്തേക്കും ഫ്രണ്ട്സ് ആണെങ്കിൽ ടെൻഷനായിട്ട് അടുത്ത് വരുന്ന ആ ഒരു ഭാഗം അത് നേരെ തന്നെ ക്യാനിൻ്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് ഞങ്ങൾക്കൊരു പങ്കും ഇല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ എന്തുവായി പറയുന്നത്, 12th ക്ലാസ്സിലാണ് ചെന്ന് വീണത്, അവർ നമ്മുടെ ദേഷ്യപ്പെടുത്തില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കുഴപ്പമില്ല നീ പതുക്കെ അതിനെ തിരിച്ച് വലിച്ചെടുക്കാനായിട്ട് പറയുന്നുണ്ട്. അതേസമയം അവൻ നോക്കുമ്പോൾ മറ്റൊരാൾ അവിടെ താഴത്തുനിന്ന് വലിക്കുന്നതായിട്ട് ഇവന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ ആരോ അത് വലിക്കുന്നുണ്ടെന്ന് പറയാണ്. അങ്ങനെ ഇവൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ശരി നീ സംസാരിച്ച് നോക്കെന്ന് പറയാണ്. അങ്ങനെ ഇവൻ പതുക്കെ അവൻ്റെ കയ്യിലുള്ള പേപ്പർ കപ്പിൽ ആരെങ്കിലും ഉണ്ടോ നോക്ക് നോക്ക് നോക്കെന്നിങ്ങനെ പറയാണ്. നമ്മൾ മറ്റൊരു സീനിൽ നേരത്തെ കണ്ടതാണ്, സിറിന് ഇതുപോലൊരു പേപ്പർ കപ്പ് കിട്ടിയിട്ട് ഒരാൾ അവൻ്റെ അടുത്ത് നോക്ക് 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 ആരാ അവിടെ എന്നിങ്ങനെ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അതിൽ നമ്മുടെ ക്യാനിൻ്റെ ഭാഗമാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ക്യാനിൽ ചോദിക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് റെസ്പോൺസ് ഒന്നും വരുന്നില്ല. അങ്ങനെ അവൻ +2 ക്ലാസ്സിലുള്ള ആരെങ്കിലും ആണോ ഇത്, ഒന്ന് മറുപടി തരാമോ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സിറാണെങ്കിൽ റിപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു കപ്പ് എനിക്ക് തിരിച്ചിങ്ങോട്ട് ഇറങ്ങി തരാമോ ചോദിക്കുകയാണ്. ആ സമയം സിറാണെങ്കിൽ തരാം, പക്ഷേ ഫസ്റ്റ് എൻ്റെ പേരെന്താ, ഞാൻ ആ ക്ലാസ്സിൽ ഏത് സ്റ്റുഡൻ്റാണെന്ന് ഗസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു സംഭവം ഇപ്പോൾ സിറാണ് നമ്മുടെ ക്യാനിന് വിവരിച്ചു കൊടുത്തത്. അങ്ങനെ ക്യാനാണെങ്കിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് ശരിയാണ്, പക്ഷേ അങ്ങനെ ഇൻസിഡൻറ്റിൽ നീ എനിക്ക് തിരിച്ച് റിപ്ലൈ തന്നില്ലായിരുന്നു എന്ന് പറയാണ്. ആ സമയം ഇല്ല റിപ്ലൈ തന്നു. അങ്ങനെ റിപ്ലൈ തന്നിട്ട് ആ ഒരു പേപ്പർ കപ്പ് വാങ്ങാനായിട്ട് നീയാണെങ്കിൽ എൻ്റെ ക്ലാസ്സിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്തത്. നീ അപ്പോൾ എന്നോട് കുറേ സോറി പറഞ്ഞായിരുന്നു എന്നും പറയുന്നുണ്ട്. ക്യാനപ്പോൾ സത്യമായിട്ടും നീ എനിക്ക് റിപ്ലൈ തന്നിട്ടില്ല, പറഞ്ഞ ഇൻസിഡൻ്റൊക്കെ ശരി തന്നെയാണ്. അതായത് ഞാൻ ക്ലാസ്സിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പേപ്പർ കപ്പിൻ്റെ ഒരു ഭാഗം നിൻ്റെ ക്ലാസ്സിലേക്ക് വന്നു, പക്ഷേ ഞാൻ സംസാരിച്ചപ്പോൾ തിരിച്ച് എനിക്കൊരു റിപ്ലൈ കിട്ടിയിട്ടില്ലായിരുന്നു. ഒരുപക്ഷേ ആ ഒരു ലോകത്തിൽ നീയും ക്യാനും സംസാരിച്ചു കാണും, എന്നാൽ ഈ ലോകത്തിൽ സിറാണെങ്കിൽ എനിക്ക് തിരിച്ച് റിപ്ലൈ തന്നിട്ടില്ലായിരുന്നു എന്ന് പറയാണ്. ആ സമയം ഇത് കേട്ടിട്ട് സിറാണെങ്കിൽ ഈ ലോകത്തിലെ സിറ് കാണിച്ചത് ഒരു മണ്ടത്തരമായിപ്പോയി, നിന്നോട് സംസാരിക്കേണ്ടതായിരുന്നു എന്ന് പറയാണ്. അതേസമയം ക്യാനാണെങ്കിൽ അല്ല നീ പറഞ്ഞു നമ്മൾ ലവേഴ്സാണെന്ന്, പക്ഷേ അതെനിക്ക് നന്നായിട്ട് ഉറപ്പിക്കാനായിട്ട് നിനക്ക് എന്നെക്കുറിച്ച് എന്തുമാത്രം അറിയാമെന്ന് നീ എനിക്ക് പറഞ്ഞാൽ എൻ്റെ റൂമിൻ്റെ പാസ്വേഡ് നിനക്കറിയാം, അതല്ലാണ്ട് മറ്റെന്തൊക്കെ നിനക്കറിയാമെന്ന് ചോദിക്കുന്നുണ്ട്. സിറങ്ങനെ ഓരോ ദിവസവും ഓരോ ലക്കി കളേഴ്സാണ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയാണ്. ക്യാനപ്പോൾ അതെല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞപ്പോൾ നീ വ്യാഴാഴ്ച ജനിച്ചതുകൊണ്ടാണ് നീ വെള്ള കളർ കാറ് വാങ്ങിച്ചതെന്ന് പറയുന്നുണ്ട്. ആ സമയം അത് നീ ആരെയെന്നെങ്കിലും കേട്ടതായിരിക്കും എന്ന് ക്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത് സിറാണെങ്കിൽ എല്ലാ ദിവസവും നീ ലക്കി കളേഴ്സ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ആ ലക്കി കളേഴ്സിൽ നീ നിൻ്റെ ഡ്രസ്സ് മൊത്തത്തിൽ ഇടാറില്ല, നിൻ്റെ അണ്ടർവെയർ മാത്രമാണ് നീ ആ ലക്കി കളർ ചൂസ് ചെയ്തിരുന്നതെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ ഒന്ന് ഷോക്കാവുന്നുണ്ട്. അതേസമയം സിറാണെങ്കിൽ മിക്കവാറും ഇന്ന് നീ ഗിറ്റാറിൻ്റെ ഡിസൈനുള്ള പർപ്പിൾ കളർ വരുന്നതായിരിക്കും ഇട്ടേക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഇത് കേട്ടിട്ട് ആ ക്യാനാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഷോക്കായിട്ട് ഒന്ന് ഉറപ്പിക്കാനായിട്ട് പതുക്കെ അവൻ്റെ പാൻറ്റ് ഒന്ന് സൈഡിൽ നിന്ന് താഴ്ത്ത് നോക്കുമ്പോൾ ആ കറക്റ്റാണ് പറഞ്ഞത്. അതേസമയം സിറ് പക്ഷേ അത് നിനക്ക് നല്ല ചേരുന്നതാ, അത് നിൻ്റെ ഫേവറേറ്റും ആണെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ അല്ല ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാമെന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് വീണ്ടും സിറ് അതുപോലെ തന്നെ നിൻ്റെ ഇടുപ്പിൻ്റെ സൈഡിലായിട്ട് ഒരു അടയാളം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ നിനക്കിതൊക്കെ എങ്ങനെ അറിയാം, അപ്പം നീയും ആ ലോകത്തുള്ള ക്യാനും തമ്മിൽ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ വരുവാണ്. അതേസമയം സിറ് എനിക്കറിയാം ഈ ലോകത്തിൽ നീയും ഞാനും ലവേഴ്സോ ഒന്നും തന്നെ അല്ല, പക്ഷേ ഞാൻ നീയുമായിട്ട് ക്ലോസ് ആയിട്ട് നിന്നോട്ടേന്ന് ചോദിക്കുകയാണ്.
അതേസമയം സിറിന് ക്യാൻ്റെ മുടിയിടം തൊടണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, എന്നാൽ അവൻ ചെയ്യാതിരിക്കുകയാണ്. അത് മനസ്സിലായിട്ട് ക്യാനാണെങ്കിൽ സിറിൻ്റെ കൈ പിടിച്ച് അവൻ്റെ മുടിയിലേക്ക് വെച്ചിട്ട് നിനക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഇത് ചെയ്തോളാനായിട്ട് പറയുന്നുണ്ട്. അതേസമയം സിറാണെങ്കിൽ അവനൊന്ന് കിസ്സും കൂടെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ക്യാനിനോട് എനിക്ക് ആഗ്രഹം തോന്നുമ്പോൾ ഞാൻ ഇതും കൂടെ ചെയ്തോട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നാൽ ക്യാനാണെങ്കിൽ അതിന് എന്ത് മറുപടി പറഞ്ഞെന്ന് അറിഞ്ഞുകൂടാൻ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം സിറാണെങ്കിൽ കോളേജിലേക്ക് നമ്മുടെ ക്യാനിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന ടൈമിന് ജിന്നാണെങ്കിൽ അവിടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു ആകാശത്തിൻ്റെ. ആ സമയം സിറു പാസ് ചെയ്ത് പോകുമ്പോൾ ക്യാനിനെ കാണാൻ വന്നതാണെന്ന് ചോദിച്ചപ്പോൾ അതെ അവൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ മിക്കവാറും ക്യാൻറ്റീനിൽ കാണും. അല്ല പക്ഷേ നീയാണെങ്കിൽ അവനോട് സത്യങ്ങളൊക്കെ തുറന്ന് പറയാൻ സമയമായെന്ന് എനിക്ക് തോന്നുന്നു ജിൻ പറയുന്നുണ്ട്. ആ സമയം എന്ത് സത്യമെന്ന് ചോദിക്കുന്ന ടൈമിന് അത് പിന്നെ വലുതായിട്ടൊന്നുമല്ല, എന്നാലും ആ ഒരു സത്യം നീ തുറന്നു പറഞ്ഞാൽ നല്ലതായിരിക്കും എന്നിങ്ങനെ പറയാണ്. അതേസമയം സിറ് നിനക്ക് എന്തെങ്കിലും അതിനറിയാമോ എന്നിങ്ങനെ ചോദിക്കുന്ന ടൈമിന് എനിക്കൊന്നും അറിഞ്ഞൂടാ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, നിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ സിറിന് എന്തൊക്കെയോ ഡൗട്ട് വരികയാണ്. അതേസമയം ക്യാനിനെ കാണിക്കുമ്പോൾ ഇവനിപ്പോൾ ക്യാൻറ്റീനിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുവാണ് ഒരു ടേബിളിൽ. അതേസമയം അവൻ ഒരു കസേരയിൽ ഇരുന്നിട്ട് അവനെന്തായാലും എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം, അവൻ കറക്റ്റായിട്ട് മറ്റുള്ളവർക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളും പറയുകയും ചെയ്തു, അതുകൊണ്ട് തന്നെ അവൻ എൻ്റെ ലവറാണെന്ന് ഞാൻ വിശ്വസിക്കാൻ പോവാണെന്ന് പറയാണ്. അത് പറഞ്ഞിട്ട് അവൻ തൊട്ടപ്പുറത്തെ കസേരയിൽ കയറി ഇരുന്നിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ക്യാൻ, അവനൊരിക്കലും നിൻ്റെ ബോയ് ഫ്രണ്ട് അല്ല എന്ന് പറയുന്നുണ്ട്. വീണ്ടും അവൻ ആദ്യം എടുത്ത കസേരയിൽ കയറി ഇരുന്നിട്ട് പക്ഷേ അവൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് വീണ്ടും സീറ്റ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് പക്ഷേ അവൻ സ്നേഹിക്കുന്ന ക്യാനാണെങ്കിൽ പാരലൽ യൂണിവേഴ്സിലുള്ള ക്യാനാണ്, അതാണ് അവൻ്റെ ബോയ് ഫ്രണ്ട് എന്ന് പറയാണ്. ഇവൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നിട്ട് രണ്ട് സൈഡിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അവിടെയുള്ള മറ്റു കുട്ടികളെല്ലാം ഇവനിത് എന്തിൻ്റെ കുഴപ്പമോ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അതേസമയം വീണ്ടും ക്യാനാണെങ്കിൽ സീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാതെ ഒരിടത്ത് തന്നെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. അതായത് സിറാണെങ്കിൽ കാണാൻ എന്ത് ഭംഗിയാ, എന്ത് ഹാൻസമാ, പിന്നെ അവൻ കിസ് ചെയ്തപ്പോൾ അവൻ്റെ ചുണ്ട് എന്ത് സോഫ്റ്റാ, ഇത്രയും സുന്ദരനായിട്ടുള്ള ചെക്കനെ കാണുമ്പോൾ ഞാൻ എങ്ങനെ വീണ് പോകാതിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ നീ അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ തന്നെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയമാണ് ജിൻ അങ്ങോട്ടേക്ക് വന്നിട്ട് നീ ഇന്ന് കുറേ ആലോചിച്ച് കൂടുന്നുണ്ടെന്ന് പറയാണ്. ആ സമയം എന്താ ഞാൻ ആലോചിക്കുന്നതൊക്കെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതുകൊണ്ടല്ല, നിൻ്റെ മനസ്സിലുള്ള സംഭവങ്ങളല്ല, നീ ഇത്ര നേരം ഉറക്കം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഇവിടെ ക്യാൻറ്റീനിലിരുന്ന മുക്കാല് വെള്ളമായിരുന്നു, നിനക്ക് വട്ടാന്ന് വെച്ച് എഴുന്നേറ്റ് പോയി എന്ന് പറയുന്നുണ്ട്. ക്യാനപ്പോൾ ജിൻ ഞാനൊരു കാര്യം തീരുമാനിച്ചു, അതായത് സിറിനെ തിരിച്ച് അവൻ്റെ യൂണിവേഴ്സിൽ തന്നെ അയക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു, അവനവൻ്റെ പാരലൽ യൂണിവേഴ്സിൽ പോകുന്നവരെ ഞാൻ അവനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറയാണ്. ആ സമയം ജിന്ന് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇല്ല അതിൻ്റെ ആവശ്യമുണ്ട്, കാരണം ഇപ്പോൾ ആ പാരലൽ യൂണിവേഴ്സിൽ ക്യാൻ ഒറ്റയ്ക്കായിരിക്കും, അവനാണെങ്കിൽ അവൻ്റെ ബോയ് ഫ്രണ്ടായിട്ടുള്ള സിർ അവിടെ നിന്നായിരിക്കും നോക്കുന്നത്, ഞാനല്ല സിറിൻ്റെ ബോയ് ഫ്രണ്ട്, ആ പാരലൽ യൂണിവേഴ്സിലുള്ള ക്യാനാണ്, ഞാൻ അവരിടയിൽ കയറി നിൽക്കാതെ അവരെ ഒന്നിപ്പിക്കാനുള്ള വഴിയല്ലേ ഞാൻ നോക്കേണ്ടതെന്നിങ്ങനെ പറയുന്നുണ്ട്. അതും പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് അവിടെ എഴുന്നേറ്റ് പോവാണ്. ആ സമയം ജിന്നാണെങ്കിൽ ഇവൻ എന്തൊക്കെയാണ് ആലോചിച്ച് കൂട്ടുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ എന്തോ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അതേസമയമാണ് വിമ്മ് അതുവഴി പാസ് ചെയ്ത് പോകുന്നത് ജിന്ന് ശ്രദ്ധിക്കുന്നതും. വീണ്ടും ക്യാനിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ എങ്ങനെയായിരിക്കും സിറിനെ തിരിച്ച് പാരലൽ യൂണിവേഴ്സിൽ അയക്കുക, ഇനി വല്ല മന്ത്രവാദീനെ പോയി കാണണോ, അതോ വല്ല അവഞ്ചേഴ്സ് സിനിമയിലുള്ള പോലെ വല്ല പവർ വല്ലതും കണ്ടുപിടിക്കേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ അതും ആലോചിച്ച് ഇവൻ വണ്ടി വരുന്നത് നോക്കാതെ റോഡ് ക്രോസ് ചെയ്യാൻ പോവാണ്. എന്നാൽ പെട്ടെന്നൊരു വണ്ടി വരുന്നുണ്ട്. എന്നാൽ കറക്റ്റ് ടൈമിന് സിറാണെങ്കിൽ അങ്ങോട്ടേക്ക് ഇവനെ പിടിച്ച് മാറ്റുവാണ്. എന്നിട്ട് അവൻ്റെ അടുത്ത് നീ ഓക്കെ ആണോ, നിനക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ക്യാനാണെങ്കിൽ അവൻ്റെ മനസ്സിൽ ഇവനെ ഞാൻ തിരിച്ചയക്കാൻ നോക്കുമ്പോൾ ഓരോ സെക്കൻഡും ഞാൻ ഇവനിലേക്ക് കൂടുതൽ വീണ് പോവാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതും കാണിച്ച് എപ്പിസോഡ് എൻഡാകുന്നുണ്ട്. എന്നാൽ ഒരു ഫ്ലാഷ് ബാക്കും കൂടെ കാണിക്കുകയാണ്. നേരത്തെ കണ്ടത് തന്നെയാണ്, ആ പേപ്പർ ഫോൺ നമ്മുടെ ക്യാനിൻ്റെ ക്ലാസ്സിൽ നിന്ന് ഒരു സൈഡ് സിറിൻ്റെ ക്ലാസ്സിൻ്റെ വിൻഡോയിലവിടെ വന്ന് വീഴുവാണ്. അത് സിറിങ്ങനെ എടുക്കുന്നുണ്ട്. ആ സമയം ക്യാൻ നോക്ക് 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 ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഫസ്റ്റ് ഇവർ റിപ്ലൈ എടുക്കുന്നില്ല. ആ സമയം വീണ്ടും ക്യാനാണെങ്കിൽ ആരെങ്കിലും 12th പഠിക്കുന്നതാണെങ്കിൽ ഒന്ന് റിപ്ലൈ തരാമോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഇവനാണെങ്കിൽ റിപ്ലൈ കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. പിന്നീട് നേരെ കാണിക്കുന്നത് ആ ഒരു പേപ്പർ കപ്പ് ഇവൻ്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അത് എടുക്കാനായിട്ട് ക്യാൻ വരുന്നതാണ്. വരുന്ന ടൈമിൽ ആ ക്ലാസ് റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല. ക്യാൻ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്ത് തിരിച്ച് പോകുന്നുണ്ട്. ഇതേ സമയം സിർ മനഃപൂർവ്വം മാറിയെന്നായിരുന്നു, ക്ലാസ് റൂമിൻ്റെ പുറത്തായിട്ട് ഇവൻ മാറിയിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്യാനാണെങ്കിൽ ഇത് എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും സിറാണെങ്കിൽ പതുക്കെ ക്യാനെ നോക്കിയിട്ട് നീ അവന് തിരിച്ച് മറുപടി കൊടുക്കേണ്ടതായിരുന്നു എന്ന് പറയാണ്. ഇതിപ്പോൾ കണ്ടിട്ട് തോന്നുന്നത് മിക്കവാറും ഈ ഒരു വേൾഡിലെ സിറായിരിക്കും, അതായത് ഈ ഒരു വേൾഡിലെ സിർ മറുപടി കൊടുത്തില്ല എന്നാണ് നേരത്തെ ക്യാൻ പറഞ്ഞത്. എന്നാൽ പാരലൽ യൂണിവേഴ്സിലെ സിർ മറുപടി കൊടുക്കുകയും അവരുടെ ഫസ്റ്റ് മീറ്റുമായിരുന്നു. എന്നാൽ ഇതിലിപ്പോൾ മറുപടി കൊടുത്തുമില്ല, ഇവർ മീറ്റ് ചെയ്തുമില്ല. അപ്പോൾ ഒരുപക്ഷെ ഇതായിരിക്കും ഈ വേൾഡിലുള്ള സിർ, അതാവാനാണ് ചാൻസ്. അപ്പോൾ എന്തായാലും അതും കാണിച്ച് ഈ ഒരു എപ്പിസോഡിലൂടെ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ടാൽ ബൈ.